മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവെ ആളുകൾക്കെല്ലാം പ്രത്യേക ഒരു ഇഷ്ടമാണ് പുഴ മത്സ്യത്തോട്. പണ്ട് മുതലേ അതെങ്ങനെയാണ്. ഇന്ന് ഞാനുണ്ടാക്കാൻ പോകുന്നത് പുഴമീൻ കൊണ്ടൊരു അത്യുഗ്രൻ വിഭവമാണ്. ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നൊരു ഒന്നാം തരം ഐറ്റം പുഴമീൻ വറ്റിച്ചത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയ പുഴമീൻ 1 കിലോ. ഞാനിവിടെ കുയിൽ മത്സ്യമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം പുഴ മത്സ്യമാണോ ലഭ്യമായിട്ടുള്ളത് അത് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. തക്കാളി അരിഞ്ഞത് 1 എണ്ണം, പച്ചമുളക് നീളത്തിൽ കീറിയത് 3 എണ്ണം, ചെറിയ ഉള്ളി അരിഞ്ഞത് 1 പിടി, ഇഞ്ചി ചതച്ചത് 1 കഷ്ണം, വെളുത്തുള്ളി ചതച്ചത് 8 അല്ലി, മുളക് പൊടി 1 ടീസ്പൂൺ, മീൻ മസാല 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, 1 സവാള അരിഞ്ഞത്, പുളിവെള്ളം ആവശ്യത്തിന്. ഞാനിവിടെ വാളംപുളി പിഴിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില 3 ഇല. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. സവാള വാടി വരുമ്പോൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഇളക്കുക. അത് പാകമായ ശേഷം തക്കാളി അരിഞ്ഞത് ചേർത്ത് ഇളക്കുക. 3-4 മിനിറ്റ് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പുളിവെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോകരുത്. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഉപ്പും ഇട്ട് കൊടുക്കുക. തിളച്ചു വരുമ്പോൾ പുഴമീൻ ഇട്ട് കൊടുക്കുക. മീൻ വെന്തു വരുമ്പോൾ മീൻ മസാല ഇട്ട് വാങ്ങി വയ്ക്കുക. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായ ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്തിളക്കുക. 3 മിനിറ്റോളം സമയമെടുക്കും പാകമാവാൻ. അതിഗംഭീരമായ പുഴമീൻ വറ്റിച്ചത് റെഡിയായി. നാവിൻ്റെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന സ്വാദാണിതിന്. നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.